നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടിയായിട്ട് നിങ്ങൾ എന്താണ് യൂസ് ചെയ്യാറ്? ഐ വർക്ക് അറ്റ് ആണോ അല്ലെങ്കിൽ ഐ വർക്ക് ഇൻ ആണോ യൂസ് ചെയ്യാറ്? ഐ വർക്ക് അറ്റ് ആണല്ലേ. നമ്മൾ എന്താ പറയാം? ഐ വർക്ക് അറ്റ് എന്നിട്ട് നിങ്ങളുടെ കമ്പനിയുടെ പേര് പറയാം. ഇൻ മൈ കേസ് ഐ വുഡ് സേ ഐ വർക്ക് അറ്റ് ഇംഗ്ലീഷ് ഹൗസ്. നമ്മൾ എപ്പോഴാണ് ഐ വർക്ക് അറ്റ് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു പെർട്ടിക്കുലർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഐ വർക്ക് ഫോർ. അതായത് നിങ്ങളൊരു പെർട്ടിക്കുലർ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഐ വർക്ക് ഫോർ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഐ വർക്ക് അറ്റും ഐ വർക്ക് ഫോറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഐ വർക്ക് അറ്റ് എന്നുള്ളത് നമ്മളൊരു പെർട്ടിക്കുലർ കമ്പനി ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ വർക്ക് അറ്റ് എന്ന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഐ വർക്ക് ഫോർ എന്നുള്ളത് നമ്മൾ ആ കമ്പനിക്ക് വേണ്ടി ചിലപ്പോൾ ആ കമ്പനി ബിൽഡിങ്ങിൽ പോയിട്ടായിരിക്കില്ല, പുറത്ത് നിന്നിട്ട് ഫ്രീലാൻസ് ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിട്ടോ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഐ വർക്ക് ഫോർ എന്നുള്ളത്. സോ നമുക്ക് ഐ വർക്ക് അറ്റിൻ്റെ കൂടെയും കമ്പനി നെയിം യൂസ് ചെയ്യാം, ഐ വർക്ക് ഫോറിൻ്റെ കൂടെയും കമ്പനി നെയിം യൂസ് ചെയ്യാം. പക്ഷേ ഐ വർക്ക് ഇന്നിൻ്റെ കൂടെ നമ്മൾ കമ്പനി നെയിം യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എവിടെയാണ് ഐ വർക്ക് ഇൻ യൂസ് ചെയ്യുന്നത്? നമ്മൾ വർക്ക് ചെയ്യുന്ന സെക്ടറിനെ കുറിച്ചോ ഫീൽഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചോ പറയുന്ന സമയത്താണ് നമ്മൾ ഐ വർക്ക് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സേ ഐ വർക്ക് ഇൻ ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മൈ കമ്പനി. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സേ മൈ അങ്കിൾ വർക്ക്സ് ഇൻ ദ ആർമി. So hope you guys have understood the difference, and if you guys want to know more about the courses that we provide at English House, do click the link below. English House. English at your fingertips.